ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ മട്ടന്നൂരൊക്കെ കഴിഞ്ഞ് ഇരിട്ടി ഭാഗത്ത് ആറാളോ നിങ്ങൾ സ്ഥലമുണ്ട്, ഞങ്ങളവിടെ ഇന്നലെ വീട്ടിൽ പോയി ഒരു മനുഷ്യനെ കാണാൻ. സത്യം പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോഴേ കരഞ്ഞുപോയി. വല്ലാതെ പടച്ചവന് വല്ലാത്ത ഒരാൾക്കും മറക്കാൻ കഴിയില്ല. അത്രയും മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയാം. അദ്ദേഹം 9-ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയ ആളാണ്. 9-ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഗൾഫ് ജീവിതം, പണ്ടൊക്കെ ഗൾഫിൽ പോകുന്നവരെ കുറിച്ച് മഹിള പറയണു, ഈ 9-ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോയിട്ട് അദ്ദേഹം ഡൽഹിയിലും ബോംബെയിലൊക്കെ ആയി കറങ്ങി നടന്നു. അവസാനം കുറച്ച് പൈസയായി നാട്ടിലേക്ക് 650 രൂപ. 650 രൂപയുമായി നാട്ടിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു അത്ര വലിയ സമ്പത്തുമായിട്ട് വരുന്നുണ്ടെന്ന്. 650 രൂപ. അപ്പോൾ ആരോ പറഞ്ഞു അത്ര ഗൾഫിലേക്ക് ആളെ കയറ്റി വിടുന്നുണ്ടെന്ന്. അങ്ങനെ കപ്പലിൽ കയറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മനുഷ്യനിങ്ങനെ പറയുന്നു, കടലിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു ഇനി നീന്തിക്കൊള്ളാൻ. സിനിമാ കഥയല്ല, അദ്ദേഹം പറയുന്ന നീന്തിക്കൊള്ളാൻ. അങ്ങനെ എല്ലാവരും 10-200 പേര് വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം രക്ഷപ്പെടാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊന്നുമില്ല. മദ്രസയിൽ പഠിക്കാൻ പോകുമ്പോൾ തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ പുസ്തകം വെച്ചിട്ട് പള്ളിക്കാട്ടി വെച്ചിട്ട് നേരെ പുഴയിൽ പോയി മീൻ പിടിക്കും, പുഴയിൽ നീന്തും. അങ്ങനെ നീന്തി പഠിച്ചത് കൊണ്ടാണ് ഞാൻ കടലിൽ നീന്തിയെന്ന് അദ്ദേഹം പറയണേ. അദ്ദേഹം കടലിൽ നീന്തി അക്കരയിൽ കയറി. മരുഭൂമി ഇങ്ങനെ കയറും ഇറങ്ങും, കയറും ഇറങ്ങും. അവസാനം ആരോ പറയുന്നു അത്രേ, നിങ്ങൾ മൂത്രം ഒഴിക്കുന്നത് കളയരുത്, പിടിച്ചു വെച്ചോടാൻ, എന്തിനാ തൊണ്ട നനയ്ക്കാൻ. സിനിമാ കഥയിൽ അദ്ദേഹം പറയുക, കൂടുള്ളവർ മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രം പോലും കളയരുത്, എന്തിനാ, കുടിക്കാൻ വെള്ളമില്ല, തൊണ്ട നനയ്ക്കാൻ. അദ്ദേഹം പറയുന്നു അങ്ങനെ കഷ്ടപ്പെട്ടു ഞാൻ അവിടെ പോയി. 10-35ഓളം വർഷം വാപ്പാനെ കണ്ടിട്ടില്ല. വാപ്പാനെ 9-ാമത്തെ വയസ്സിൽ കണ്ടതാ. വാപ്പാനെയോ കൂടപ്പുറപ്പുകളെ ആരെയും കണ്ടിട്ടില്ല. എല്ലാവരും മരണപ്പെട്ടു പോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വന്നു. അള്ളാഹു അവിടെ വലിയ ജോലി കൊടുത്തു. വലിയ ജോലിയായി, ഇമാറത്തിന് ജോലി കിട്ടി, വലിയ സമ്പത്തായി. അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ ദീനിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചു. ഈ പത്തനംതിട്ടയിൽ നിന്ന് വരെ ആൾക്കാർ അവിടെ പോയി പൈസ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന അവസാനം അദ്ദേഹത്തിന് അവിടെ പൗരത്വം കൊടുക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം, ഉമ്മാനെ കളഞ്ഞിട്ട് പോയതല്ലേ, കാണാൻ വരണം. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാട്ടിൽ വന്നു, ഉമ്മ മരണപ്പെട്ടു പോയി. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പള്ളിക്കമ്മറ്റിക്കാരോട് പറഞ്ഞു അത്ര, എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ മരിച്ച എൻ്റെ ഉമ്മാടെ കവറിൻ്റെ അകത്ത് തന്നെ എന്നെ അടക്കണം. കാരണം എൻ്റെ ഉമ്മാനെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. 9-ാമത്തെ വയസ്സിൽ പോയതാ. ആ ഉമ്മയുടെ കൂടെ തന്നെ കബറിൽ കിടക്കണമെന്ന എൻ്റെ ആഗ്രഹം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം സമ്പാദിച്ചത് മുഴുവനും പറ്റിച്ചു കൊണ്ടുപോയി. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനോട് ഞാൻ എപ്പോഴും ദുആ ചെയ്യും, എൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ ചിരിക്കുന്ന മുഖത്തോടെ വേണം അവരുടെ മുന്നിൽ പോകാൻ. ആര് കയറി വന്നാലും ചിരിക്കുന്ന മുഖം. അങ്ങനെ നമുക്ക് പലർക്കും ചിരിക്കാനാ പറ്റാത്തത്. മുഖം എപ്പോഴാണോ കയറി വരുന്നത് പിരിവാണോ, മുഖമൊക്കെ അങ്ങ് മാടും. സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ഇന്നലെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു 1/2 മണിക്കൂറോളം സംസാരിച്ചു. ഇത് സന്തോഷം എന്നറിയാം. അവസാനം വണ്ടി കയറ്റിവിടുമ്പോൾ പോലും കൊണ്ടുവന്ന് വണ്ടി കയറ്റിവിട്ട് സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു വിട്ടത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പുത്തമ്പണക്കാരന്മാരൊക്കെ പഠിക്കണിതൊക്കെ. ഇന്നത്തെ സമ്പന്നന്മാരൊക്കെ പണം കൂടുമ്പോൾ പെറ്റതല്ലയൊക്കെ മറന്നു പോകുന്നവർക്കൊക്കെ ഇതൊരു പാഠമായിട്ട് പഠിക്കാനുള്ളതാ. പറ്റുമെങ്കിൽ ഫോൺ നമ്പർ ഷൗഖാനിൻ്റെ അടുത്തുണ്ട്, മേടിച്ചുകൊണ്ടൊന്ന് പോയി നോക്കണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ. പഠിക്കണം നമ്മൾ. ഓരോ മനുഷ്യനും ഗൾഫ് കാളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ അവസ്ഥ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായത്. പണ്ടൊക്കെ ഗൾഫിൽ പോകുന്ന കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ത്യാഗം, വല്ലാത്ത പരിശ്രമം. അല്ലാഹുവേ, പ്രവാസികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ പടച്ചവനെ. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹു. അവരുടെ കഷ്ടപ്പാടിന് പകരം നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു തന്നതാണ് സമ്പത്ത്. സമ്പത്ത് അള്ളാഹുടെ കയ്യിലാണ്. നിന്റെ കയ്യിൽ അള്ളാഹു സമ്പത്ത് തന്നിരിക്കുന്നത് അത് ഉപയോഗപ്പെടുത്താൻ മാത്രമാ. അല്ലാതെ നിന്റെ കഴിവ് കൊണ്ടാണ്, നിന്റെ അറിവ് കൊണ്ടാണ് നീ ഇത് സമ്പാദിച്ചത് എന്ന് നീ പറയരുത് എന്ന് ഖാറൂനിൻ്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, നമ്മുടെ സമ്പത്ത് കൊണ്ട് പരലോക ജീവിതം നേടുക. അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നീ നേടേണ്ടത് ദുനിയാവല്ല,
ആഖിറം വിജയിക്കണം, നിന്റെ ചിന്തയതാകണം, എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം, എനിക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ സമ്പത്തുകൾ എനിക്ക് ചെലവഴിക്കണം. അത്തരക്കാരെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം കാറൂനിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, കാറൂനെ കൂടെ നടന്നവനാണല്ലോ, കുടുംബക്കാരനാണല്ലോ. അവിടെന്ന് പറഞ്ഞു, കാറൂനെ നീ ഒന്നുമില്ലാത്തവനായിരുന്നു, ഈ സമ്പത്ത് മുഴുവനും അല്ലാഹു നിനക്ക് തന്നതാണ്, ആഖിറത്തിലേക്ക് കുറച്ചു മാറ്റി വെക്കടാ, പാവങ്ങൾക്ക് കൊടുക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്ക്. കാറൂനിന്റെ അടുക്കൽ മൂസാ നബി പോയിട്ട് ഒരുപാട് പറഞ്ഞു, പക്ഷെ അവനതിന് തയ്യാറായില്ല. ഇന്നും ഈ പള്ളിക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും തലയ്ക്കകത്ത് ഇറങ്ങാത്തവരുണ്ടല്ലോ, എത്ര സമ്പത്തുണ്ടെങ്കിലും കൊടുക്കാത്തവരുണ്ടല്ലോ. അത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാകട്ടെ, യതീംഖാനകൾക്ക് വേണ്ടിയാകട്ടെ, മദ്രസകൾക്ക് വേണ്ടിയാകട്ടെ, ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാകട്ടെ. പടച്ചവനെ, രോഗം പിടിച്ച് കിടക്കുന്നവർ, അല്ലാഹുവേ കിഡ്നി തകർന്നു പോയവർ, കെട്ടിച്ചു കൊടുക്കാൻ പണമില്ലാത്തവർ, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിലും കൊടുക്കാൻ മനസ്സില്ലാത്ത ആ കാറൂനിന്റെ അനുയായികളോട് അല്ലാഹു പറയുകയാ, ഇന്നും കാറൂനിന്റെ അനുയായികളുണ്ട്. അവർക്ക് എത്രയുണ്ടെങ്കിലും എത്ര കൊണ്ടാലും അവര് തയ്യാറല്ല, എത്ര കണ്ടാലും അവർ പഠിക്കാത്തവരല്ല. ഭൂകമ്പം വന്നാലും, ഉരുൾപൊട്ടൽ വന്നാലും, സുനാമി വന്നാലും, നിപ വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, വെള്ളപ്പൊക്കമുണ്ടായാലും, കൊറോണ വൈറസ് വന്നാലും തിരിയാത്ത മനുഷ്യ, എന്തേ നീ ഇങ്ങനെയായി പോയത്, എന്തേ നമ്മൾ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? എത്ര കൊണ്ടാലും, എടാ കൊണ്ടാലെങ്കിലും പഠിക്കുമല്ലോ, കണ്ടാലും നമ്മൾ പഠിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സമ്പത്ത് കിട്ടിയവരെ, അല്ലാഹു പണം നൽകിയവരെ, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യ്. ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി, നാളെ പരലോകത്തിലെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണേ സഹാബ. അതുകൊണ്ട് എന്റെ വയത് കേൾക്കുന്നവരോട് പറയുകയാണ്, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവന്റെ കൂടെ പോവുകയാണ്. മൂന്ന് കാര്യങ്ങൾ അവന്റെ കൂടെ പോവുകയാണ്. പള്ളിപ്പറമ്പില് ഖബറിന്റെ ചാരത്തെത്തിയാൽ ഒരെണ്ണം അവിടെ അവശേഷിക്കുകയാ, രണ്ടെണ്ണം മടങ്ങിപ്പോകും സ്വഹാബ. ഇരിക്കുന്ന പ്രസിഡന്റ് മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ, പടച്ചവര് നമ്മുടെ മയ്യത്ത് ഈ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരുമ്പോ മൂന്ന് കാര്യം നിങ്ങളുടെ കൂടെ വരും. എന്തൊക്കെയാണ് വരുന്നത്? നിന്റെ സമ്പത്ത് വരും, നിന്റെ മക്കൾ വരും, നീ ജീവിതത്തിൽ ചെയ്ത നന്മകൾ വരും. ഇത് മൂന്നും പള്ളിയിൽ വന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ഇവിടെ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലേക്ക് വരികയാണ്. 6 അടി മണ്ണിനകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെക്കുകയാണ്. ഖബറിന്റെ അകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ച്, പടച്ചവനെ, ഒരു പിടി മണ്ണ് വാരുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഒരു പിടി മണ്ണ് വാരിയിട്ട് നിന്റെ കബളിന്റെ താഴെ വെക്കുകയാണ്. ആരാണ് വെക്കുന്നത്? പൊന്നുമക്കള്, നിന്റെ പൊന്നാര മക്കളാണ്. ആ ഒരു പിടി മണ്ണ് വാരി വെച്ചു. ഇന്നുവരെ സമ്പാദിച്ചത് മുഴുവനും അവിടെ വരെ വന്നിട്ട് തീരുകയാണ്. അല്ലാഹുവേ, മയ്യത്തടക്കിയിട്ട് എല്ലാവരും അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിൽ നിന്ന് എല്ലാവരും മടങ്ങി പോകും. നിന്റെ മക്കള് പോകുമല്ലോ, സമ്പാദിച്ചു വെച്ച സമ്പാദ്യം തിരിച്ചു പോകുമല്ലോ. പക്ഷേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്റെ കൂടെ ആകെ വരുന്നത് എന്തെന്നറിയുമോ? നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മയാ, അതായേ കാണൂ. അതേ നിന്റെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കാണൂ. സഹോദര, അതല്ലാതെ ഒന്നും നിന്റെ കൂടെ വരില്ല. എന്തിനാ
സഹോദര ചരിത്രം പറയുന്നത്, ഈ പള്ളിയുടെ മുന്നിൽ ഒരു ഖബർ കാണാ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ ഇറങ്ങി നോക്ക്. ഈ പള്ളിയുടെ തൊട്ട് മുന്നിൽ പടച്ചവനെ 2 മൈലാഞ്ചി ചെടികൾ ഇങ്ങനെ കൊഴുത്ത് കിടക്കുന്നുണ്ട്. കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന രീതിയിൽ, മനോഹരമായ രീതിയിൽ, ഈ പള്ളിപ്പറമ്പിലെ ഒരു ഖബറിലും കാണാൻ കഴിയാത്ത രീതിയിൽ പടച്ചവനെ പലരുടെയും ബാപ്പയുടെ ഖബർ എവിടെയാണെന്നറിയില്ല. കാട് പിടിച്ച് കിടക്കുകയാണ്, ഇടിഞ്ഞു കിടക്കുകയാണ്. എവിടെയാണെന്ന് പോലും അറിയാതെ പല പല ഖബറുകളും ഈ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ ഈ പള്ളിയുടെ ഇറങ്ങുന്ന ഭാഗത്തൊരു ഖബർ കാണാ. 2 മൈലാഞ്ചി ചെടികൾ പടച്ചവനെ മനോഹരമായി തടിച്ചു കൊഴുത്തിങ്ങനെ നിൽക്കുകയാണ്. ആരുടെ ഖബറെന്നറിയുമോ? ഈ ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന മനുഷ്യന്റെ ഖബറാ. നിങ്ങൾ എന്തിനാ കൂടുതൽ പറയുന്നത്? ഈ പള്ളിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അത്താടെ ഖബറിന്റെ മുകളിലാണ് മനോഹരമായി 2 മൈലാഞ്ചി ചെടികള്. ഞാൻ ഇന്നിവിടെ നിന്ന് പറയുമ്പോ ആ മനുഷ്യൻ ആ ഖബറിൽ കിടന്ന് സന്തോഷിക്കുകയായിരിക്കും. 1 കോടി രൂപയല്ലേ അള്ളാന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. അള്ളാഹുവേ, എന്തൊരു പ്രതിഫലമായിരിക്കും സഹോദരാ. 1 കോടി രൂപ പടച്ചറപ്പിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,313,000 രൂപ. അദ്ദേഹം ഇന്നത്തെ ഈ പള്ളിപ്പറമ്പിൽ ഈ ചാരത്ത് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കള് സാധാരണ വാപ്പ പോയ കടം വീട്ടാത്ത മക്കളാ. വാപ്പയോ ഉമ്മയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കടം പോലും വീട്ടാത്ത മക്കളുടെ കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ റാസി എത്ര പറഞ്ഞാലും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഞാനിവിടെ വരുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളാ പ്രസിഡന്റ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്താനില്ല. നന്മ ചെയ്യുന്നവനെ നന്മ ചെയ്തെന്ന് പറയാൻ ഒരു പേടിയും വേണ്ട. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ വാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും 1 രൂപ കൂടുതൽ കൊടുക്കാൻ തയ്യാറായിട്ടേ ഉള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു റാസി എന്ന സഹോദരൻ അവന്റെ ജീവിത മാർഗത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവന്റെ ഭാര്യ സന്താനങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മക്കളെ റാസിക്കും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനത്തെ ഒരാൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ താഴോട്ടിറങ്ങിപ്പോയാൽ ഒരുപാട് പേര് കിടപ്പുണ്ട്. ഇതുപോലെ ആ സൈഡ് ഈ സൈഡ് മുഴുവൻ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ അങ്ങ് കാണണമെങ്കിൽ അങ്ങ് താഴെ ഇറങ്ങിപ്പോണം. അങ്ങനെ താഴെ ഇറങ്ങിപ്പോകുമ്പോൾ ഇരിക്കുന്ന പലരുടെയും അത്ത അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ മെമ്പറിന്റെ അത്ത ഉൾപ്പെടെ പലരും അവിടെ കിടക്കുന്നുണ്ട്. ഇവരൊക്കെ അവർ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഇട്ടിട്ടാ പോയത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത്ത പോയപ്പോൾ എന്ത് കൊണ്ടുപോയെന്നെ? ഇത് കൊണ്ടുപോയി. അമ്മാനെ ഇവിടെ തന്നു, നിങ്ങളെ കുറെ മക്കളെ ഇവിടെ തന്നു, വീടും പറമ്പും സർവ്വത് ഇവിടെ തന്നിട്ട് അത്ത പോയപ്പോൾ കുറച്ച് നന്മ കൊണ്ടുപോയി. നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? നമുക്ക് എന്താ ഇസ്മായിലെണ്ണം പോയപ്പോൾ എന്ത് കൊണ്ടുപോയി? ബേക്ക് എല്ലാം ഇവിടെ തന്നിട്ട് പോയില്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ആകെ കൊണ്ടുപോകാൻ 2-3 പേരും വരും. സമ്പത്തും വരും, മക്കളും വരും, നന്മയും വരും. എന്നിട്ട് അവിടെ നന്മ പറയും, ഞാനിവിടെ ഇറങ്ങാൻ, നിങ്ങൾ പൊക്കോ. ഈ നന്മ മാത്രമേ ഖബറി കാണൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കാറൂനിനോട് പറഞ്ഞപ്പോൾ കാറൂൻ പറഞ്ഞു, ഞാൻ കൊടുക്കൂല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അവൻ പ്രകടനം നടത്തി. ഇങ്ങനെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം, സ്വർണത്തിന്റെ വസ്ത്രം, തലയിൽ കിരീടം വെച്ച് ഏറ്റവും മനോഹരമായ വാഹനത്തിന്റെ മുകളിൽ ആളുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അവരിങ്ങനെ കോശയാത്ര നടത്തി. ഇന്ന് പലരും അങ്ങനെ നടത്തുന്നുണ്ട്. പക്ഷെ അവന്റെ പര്യവസാനം വളരെ മോശമായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സമ്പത്ത് ചെറുതോ വലുതോ ഒന്നും നോക്കണ്ട. ചെറുതും വലുതും നോക്കണ്ട. പലരും പടച്ചവനെ നമ്മുടെ പായിപ്പാട് പള്ളിയുടെ വാർപ്പിന് വേണ്ടി 500 രൂപ തന്നവരുണ്ടല്ലോ, 313 രൂപ തന്നവരുണ്ടല്ലോ. അത് നമ്മുടെ മുന്നിൽ ചെറുതായിരിക്കും, പക്ഷെ അള്ളാഹുടെ മുന്നിൽ അത് വലുത് തന്നെയാ. ആ 313 രൂപ കോടികളുള്ളവൻ കൊടുക്കാത്തപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പായിപ്പാട് പള്ളിക്ക് വേണ്ടി തന്നവർ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇന്നൊരു സഹോദരി വിളിച്ചിട്ട് 1000 രൂപയാണെന്ന് തോന്നുന്നു നമ്മുടെ പള്ളിയിൽ. എന്താ ജോലി എന്നറിയോ? വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരു സഹോദരി, വീട്ടുജോലിക്ക് പോകുന്ന ഒരു സഹോദരി 1000 രൂപ തന്നിട്ട് പറയുന്നു, ഉസ്താദ് ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി. സ്വന്തം വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, പടച്ചവന് ലക്ഷങ്ങളുടെ കടമുള്ളവർ ഓരോ സ്ക്വയർ ഫീറ്റിന്റെ പൈസ പള്ളിക്ക് വേണ്ടി തരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തേ അവരെക്കാളും വലിയ സമ്പന്നന്മാരുള്ളിടത്ത് നിന്ന് അള്ളാഹു ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത്. നമ്മവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ആഖിറത്തിന് വേണ്ടി നീ കരുതി വെക്ക്, ആഖിറത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യ്. പള്ളിപ്പറമ്പിലെ നിന്റെ ഖബറിന്റെ അകത്ത് ഈ കൊടുത്തതേ കാണൂ, നിന്റെ മക്കൾ ദുആ ചെയ്യണമെന്നില്ല. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തും, അത് ഏറ്റവും വലിയ ഉദാഹരണം. ഇവിടെ നിറങ്ങി നോക്കിയാൽ മതി. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. മഴ പാറുമ്പോൾ ആ JCB ഒന്ന് ഇറക്കണം കേട്ടോ. എൻ്റെ പൈസ ഞാൻ തരും, പക്ഷെ അതാര് തന്നില്ലെങ്കിലും എൻ്റെ പൈസ ഞാൻ തന്നോളാം. ആ കാണുന്ന കാടൊന്ന് ഇളക്ക്. നാസറെണ്ണം പറയുന്നിട്ട് വലിയ പാമ്പുണ്ടെന്ന്, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് വലിയ പാമ്പ് ആ കാട്ടിനകത്ത്. ഞാൻ വിചാരിച്ചു ഉളുഹിയ്യത്തിൻ്റെ പോത്ത് വരുമ്പോൾ ഈ പുല്ലിറക്കുമെന്ന്, ഉളുഹിയ്യത്തിൻ്റെ പോത്ത് വരുന്ന സമയത്തെങ്കിലും ഈ പുല്ല് മുഴുവൻ ഇറക്കുമെന്ന്. ബംഗാളി പറഞ്ഞു അതിനകത്ത് വലിയ പാമ്പുണ്ടെന്ന്. പാമ്പ് കണ്ടു എന്ന്. ഖബറിനകത്ത് അതിനെക്കാരും വലുത് കിടക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്ക് സഹോദര, നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ അടുത്ത് എവിടെയോ ഞങ്ങളൊരു ഖബർസ്ഥാനിൽ പോയപ്പോൾ ഒരു പട്ടി ഖബറിനകത്ത് എഴുന്നേറ്റ് വരിക, പ്രസവിച്ചെടുക്ക ഖബറിനകത്ത്. ആലോചിക്ക്, ഒരു പള്ളിപ്പറമ്പിൽ പെറ്റ് കിടക്ക ഖബറിനകത്ത്. അല്ലാഹു ആലം, പടച്ചോൻ നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു വല്ലാത്ത ഒരു ഗതിയ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരുടെ മുന്നിലും മാതാപിതാക്കൾ യാചിച്ചിട്ടില്ല. പക്ഷെ പള്ളിപ്പറമ്പിൽ കിടന്ന് യാചിക്കുക. അള്ളാഹുവെ, മക്കൾക്കും വേണ്ട, കുടുംബക്കാർക്കും വേണ്ട, കൂട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ഈ ദുനിയാവിൽ ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഖബറാളി യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ലോകത്ത് ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് ആ പള്ളിയിൽ അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു, നമ്മൾ പള്ളി ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതാ മുത്തുനബി പറഞ്ഞത്, അങ്ങനെ ദുആ ചെയ്യുന്നവന് ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും സർവ്വ മുസ്ലിമിൻ്റെയും എണ്ണമനുസരിച്ച് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ലോകത്ത് 140 കോടി മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ, 150 കോടി മുസ്ലിമീങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ, ഈ ഭൂമിയിലുണ്ടെങ്കിൽ, അമേരിക്കയിൽ കിടക്കുന്നവനാണെങ്കിലും ചൈനയിൽ കിടക്കുന്നവനാണെങ്കിലും ഈ കേരളത്തിൽ കിടക്കുന്നവനാണെങ്കിലും ഒരാൾ അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇങ്ങനെ ദുആ ചെയ്താൽ ഈ 160 കോടി മനുഷ്യരുടെ നന്മ ഓരോ ആളുടെയും എണ്ണത്തിനനുസരിച്ച് ആ ദുആ ചെയ്തവൻ അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാ വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്യുന്ന, അല്ലാഹുവേ നീ ഖബർസ്ഥാനി കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. എന്തിനാ? അപ്പൊ എല്ലാവർക്കും കിട്ടും ആകെ. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് താമസിച്ചു പോയി. 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം വന്നേ. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധം വന്നേ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ പള്ളിപ്പറമ്പിലെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. കാരണം അവിടെ ഇറങ്ങിപ്പോകുന്ന ആളുടെ എണ്ണം വളരെ കുറവാണ്. 1 കൊല്ലം ഞാൻ എടുക്കാനുള്ള കാരണം പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങിപ്പോകുന്നവരുടെ എണ്ണം കുറവാണ്. ആ കുറവായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. കാടായി കിടക്കുന്നതുകൊണ്ടാണോ അതോ ഇനി വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോന്ന് അറിയില്ല. കാലം അങ്ങനാണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, കേൾക്കൂ. അങ്ങനെ കേൾക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ പള്ളിയിൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നില്ല, പിന്നെ പള്ളിക്കാട്ടി പോയി ദുആ ചെയ്യും. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓട്ടമത്സരം നടക്കുന്ന കാലത്ത് ഇനി ഖബറിന് കാട്ടി കിടക്കണ അത്താടത്ത് പോയി ദുആ ചെയ്യുന്ന കാലം. അല്ലാഹു ആലം, അല്ലാഹു ആലം. പലതും പറയണം, പോട്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വയലിൻ്റെ സദസ്സിലാണെങ്കിൽ എന്തെങ്കിലും പറയാം, ജോലി ചെയ്യണം. പള്ളിയിലാകുമ്പോൾ പലതും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവസ്ഥ. അല്ലാഹു ആലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ അകത്താകെ വരുന്നത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. നീ പാവപ്പെട്ടവർക്ക് കൊടുത്തത്, യതീമീങ്ങൾക്ക് കൊടുത്തത്, മദ്രസകൾക്ക് വേണ്ടി കൊടുത്തത്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്തത്, അല്ലാഹുവിന്റെ പള്ളി പണിയുന്നതിന് വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പലർക്കും പായിപ്പാടെന്ന് പറയാൻ പോലും അറിയാത്ത പലരുമുണ്ട്. കർണാടകയിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന് പലരും വിളിച്ചിട്ട്, ഉസ്താദേ ഈ
ഹൈപ്പാട് പള്ളിക്ക് വേണ്ടി ഞാനൊരു സദക്ക നൽകുകയാ. വെറുതെയാകില്ല പെങ്ങള്. പട്ടിണി കിടന്നിട്ട്, അല്ലാഹുവേ വാടക വീട്ടിൽ കിടന്നിട്ട്, പടച്ചവനെ ലക്ഷങ്ങളുടെ കടമുണ്ടായിട്ട് കൂലിപ്പണിയെടുത്തിട്ട് ജീവിക്കുന്നവരും ഈ പള്ളിക്ക് വേണ്ടി തന്നത് വെറുതെയാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നിങ്ങൾ കൊടുത്തത് അല്ലാഹുവിന്റെ കയ്യിലാ. നിങ്ങൾ കൊടുത്തത് അല്ലാഹുവിന്റെ കയ്യിലാ. അല്ലാഹുവിനല്ലേ കൊടുത്തത്, അല്ലാഹുവിനല്ലേ കൊടുത്തത്. ആ കൊടുത്തത് നീ മറന്നാലും അല്ലാഹു മറക്കൂല. നീ കൊടുത്തത് അല്ലാഹു മറക്കൂല. ആ സാധനം നീ കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു ഉറപ്പായിട്ടും നിനക്ക് കാണിച്ചു തരും. വഅബ്ശിറൂ ബിൽ ജന്നാ. നീ മരിക്കുന്ന സമയത്തും നിനക്കതിന്റെ പ്രതിഫലം കാണിച്ചു തരികയാണ്. സദഖയുടെ പ്രതിഫലം അതാണ് പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പള്ളിയുടെ വാർപ്പിന് വേണ്ടി ഒരു സിമെന്റിന്റെ ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയാണ് കൊടുക്കുന്നതെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ തന്റെ കൂട്ടുകാരൻ മരണത്തോട് മല്ലടിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മഹാനവറുകൾ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ പോവുകയാ. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുന്ന മഹാര് അവിടെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? മരണത്തെ പേടിച്ചിട്ടാണോ? മരണത്തെ പേടിച്ചിട്ടാണോ? അവിടെന്ന് പറഞ്ഞു, ഒരിക്കലുമില്ല. അവസാനം അവിടെന്ന് പറഞ്ഞ ഉപദേശം എന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ റബ്ബേ, എന്റെ വീടിനകത്തിരിക്കുന്ന അല്പം പാത്രങ്ങൾ കാണിച്ചു കൊടുക്കുകയാ. ഇതെടുത്ത് സദഖ കൊടുക്കട്, ഇതെന്റെ കബറിലേക്കുള്ളതാണ്. ആ സമയത്ത് പോലും, മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും സദഖയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് വെറുതെയല്ല സഹോദരാ. അതിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് നിനക്കതിന്റെ വിലയറിയില്ല. ഇന്നെത്ര പറഞ്ഞാലും തിരിയില്ല. ഉസ്താദ് പൈസ കിട്ടാൻ പറയുന്നതാണെന്ന് തോന്നും. പക്ഷേ മനസ്സിലാകുന്ന ഒരു സമയം അല്ലാഹു പറയുകയാ, വഅബ്ശിറൂ ബിൽ ജന്നാ. ഈ തൊണ്ടക്കുടിയിൽ നിന്ന് കാലിന്റെ തള്ളവിരൽ മുതൽ മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ അല്ലാഹുവിന്റെ മലക്കുകൾ റൂഹ് കൊണ്ട് വെച്ചിട്ട് അവസാനം ഇവരെല്ലാവരും നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമല്ലോ. ഇവരെല്ലാവരും നമ്മുടെ കൈകാലുകൾ അനക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കൈകാലുകൾ ഇങ്ങനെ മുറുക്കെ പിടിക്കുകയാണ്. അതുകൊണ്ടാണ് മരിക്കുന്നവന് കൈയിട്ടടിക്കാത്തത്, കാലിട്ടടിക്കാത്തത്, നിലവിളിക്കാത്തത്. അടുത്ത് കിടക്കുന്ന, ചാരത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ മരിച്ചു പോകുന്നതിന്റെ കാരണം എന്തെന്നറിയുമോ? മലക്കുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഖുർആൻ, ലൗലാ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് നമുക്കല്ല, ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വമന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ صدق ولا صلى ولكن كذب وتولى. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് വ്യക്തമായി പറഞ്ഞു തരികയാണ്. ഈ പള്ളിക്ക് കൊടുത്തവര് അത് എത്ര ചെറുതാണെങ്കിലും നിനക്ക് കാണിച്ചു തരും. നിന്റെ തൊണ്ടക്കുടിയിലേക്ക് ലോകത്തിന്റെ റസൂലുള്ള പറയുകയാണ്, മുത്തുനബിയല്ലേ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആനല്ലേ പഠിച്ചത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മലക്കുകൾ റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയിലേക്ക് കൊണ്ടുവെക്കുമ്പോ അവസാനം നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അതാ വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്ന സമയത്തും മലക്കുകൾ പറയുന്നു, നോക്കൂ മോനെ, വഅബ്ശിറൂ ബിൽ ജന്നാ.
ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം. അല്ലാഹു നിനക്ക് തരാമെന്ന് പറഞ്ഞ സ്വർഗമിതാ, നോക്കുമോനെ എന്ന് കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാ. അതുകൊണ്ട് ഖാറൂനിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രം എന്തെന്നറിയുമോ? ആ ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഗുണപാഠം എന്തെന്നറിയുമോ? സമ്പത്ത് അല്ലാഹു തരുന്നതാ, അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണം നീയാണുണ്ടാക്കിയതെന്ന് നീ പറയരുത്. സമ്പത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്, നിന്നെ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന പണം കൊണ്ട് കൊട്ടാരം പണിയാനല്ല, സുഖാഡംബര ജീവിതം നയിക്കാനല്ല. അല്ലാഹുവേ, പരലോകത്തിന് വേണ്ടി എന്തെങ്കിലും കരുതി വെക്ക്. അല്ലാഹുവിന്റെ സ്വർഗം നേടാ, അല്ലാഹുവിന്റെ സ്വർഗം നേടാൻ എന്തെങ്കിലും ചെയ്തു വെക്കണേ എന്ന് ഖാറൂനിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ ശബ്ദം കേൾക്കുന്നവര്, പായിപ്പാട് പള്ളിയുടെ വാർപ്പിന് വേണ്ടി പഠിച്ചവരെ അല്ലാഹുവേ നിങ്ങൾ ഓരോരുത്തരും കൊടുത്തുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ വാർപ്പാ, നിങ്ങൾക്ക് മനസ്സിലൊരു നിയ്യത്ത് ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. 6000-ൽ പരം ഖുർആനിൽ ആയത്തുകളുണ്ട്. 6000-ൽ പരം ആയത്തുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തിന്റെ അളവനുസരിച്ച്